ചട്ടമ്പി പാറു ഏപ്രിൽ 7 മുതൽ എല്ലാ ദിവസവും രാത്രി 7:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഹരിച്ചേട്ടാ, പാല്. പുതിയ വീട്ടിൽ ഇപ്പൊ പോയി പാല് കാച്ചുമ്പോ കുടിക്കണല്ലോ. ഇത് വേണ്ട. അതിനെ വേഗം ഡ്രസ് ചെയ്യും ചെയ്യും. ഗൃഹപ്രവേശത്തിനുള്ള മുഹൂർത്താവാറായി. ആണോ? എങ്കിൽ എല്ലാരോടും വേഗം റെഡി ആവാൻ പറയട്ടെ. എന്റെ വീട്ടിലും കൂടി ഒന്ന് വിളിച്ച് പറഞ്ഞിട്ട് ഡ്രസ് മാറാം. ആരെയും വിളിച്ചറിയിക്കണ്ട. നമ്മൾ രണ്ടാളും മാത്രമേ മാറി താമസിക്കുന്നുള്ളൂ. മാറി താമസിക്കുന്നെങ്കിൽ ഈ കുടുംബത്തിലെ എല്ലാരോടും ഒപ്പം. നമ്മൾ രണ്ടാളും മാത്രമായിട്ട് വേറെ താമസത്തിന് ഞാനില്ല. അത് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ. അതിരെ നീ ഇപ്പൊ എന്റെ കൂടെ പാല് കാച്ചിന് വരണം. ഈ കുടുംബത്തിലെ എല്ലാവരെയും കൂട്ടുന്നുണ്ടെങ്കിൽ ഞാൻ വരും. ഇല്ലെങ്കിൽ ഹരിച്ചേട്ടൻ ഒറ്റയ്ക്ക് പോയി പാല് കാച്ചേണ്ടി വരും. അനാവശ്യ വാശി കാണിച്ച നീ അനുഭവിക്കേണ്ടി വരും. അതിരെ ഇതിൽ കൂടുതൽ എനിക്ക് എന്താ അനുഭവിക്കാനുള്ളത്? നീ എന്താ പറഞ്ഞേ? കേട്ടില്ലെങ്കിൽ ഇനി കേക്കണ്ട. വൈകിട്ട് നീ ഒരുങ്ങിയിരുന്നോണം പുതിയ വീട്ടിലേക്ക് മാറി താമസിക്കാൻ. അല്ലെങ്കിൽ എന്റെ സ്വഭാവം നീ ശരിക്കറിയും. ഈ മുൻശുണ്ടിയും ബഹളവും പിശുക്കും ഒക്കെ ആദരയോട് നടക്കില്ല മോനെ ഹരികൃഷ്ണ. നിങ്ങൾക്കെന്താ ഇവിടെ കാര്യം? സാറ് കല്യാണത്തിന് വാങ്ങിയ 10 ലക്ഷവും പലിശയും ഇങ്ങെടുത്ത് തന്നാ ഞങ്ങള് പോയേക്കാം. കഴിഞ്ഞ ദിവസം പലിശയ്ക്ക് വാങ്ങിയ കാശ് ഇന്ന് മടക്കി ചോദിച്ചാ ഇവിടെ നോട്ടടിക്കുന്ന യന്ത്രമൊന്നുമില്ല എടുത്തു തരാൻ. കടം മേടിച്ച കാശ് തിരിച്ചു ചോദിക്കുമ്പോ സാറെന്താ ഒരുമാതിരി ന്യായം കെട്ട വർത്തമാനം പറയുന്നത്? ഓ, നിങ്ങൾ വലിയ ന്യായമാണല്ലോ ഈ കാട്ടുന്നത്. 1 മാസത്തെ അവധിക്ക് വാങ്ങിയ കാശ് സമയമാവുമ്പോ ഞാനങ്ങ് മടക്കി തരും, പലിശ അടക്കം. 1 മാസവും? സാർ ഒപ്പിട്ട് തന്ന മുദ്രപത്രത്തിൽ ഇന്നത്തെ ഡേറ്റാണുള്ളത്. സാർ ഒപ്പിട്ട സ്റ്റാമ്പ് പേപ്പറിന്റെ ഫോട്ടോ കോപ്പി എടുത്തു കൊടുത്തേ. ആണ്ടവനെന്ന് തന്നോടാണ് ഞാൻ പണം വാങ്ങിയത്. പക്ഷെ ഇതിലെഴുതിയിരിക്കുന്നത് ചന്തകുന്നേൽ ചന്ദ്രകുമാറിൽ നിന്ന് ഞാൻ വാങ്ങിയ പണമെന്നാണല്ലോ. കാശ് ചന്ദ്രൻ സാറിന്റെയാ. ചന്ദ്ര സാറ് കൈകാര്യം ചെയ്യാൻ എന്നെയാ വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോ വെറും കൈകാര്യക്കാരനോടാ ഞാൻ 1 മാസത്തേക്ക് പണം വാങ്ങിയത്. അത് 1 ദിവസത്തേക്കെന്ന് ബ്ലാങ്ക് മുദ്രപത്രത്തിൽ എഴുതി ചേർത്ത ബുദ്ധി ഏത് ചന്തയുടേതാണെങ്കിലും കൊള്ളാം. പക്ഷേ ഈ പരിപ്പ് എന്റെ അടുത്ത് വേവില്ല. കൈകാര്യക്കാരൻ പോയി ആ ചന്തക്കാരനെങ്ങ് പറഞ്ഞുവിട്, അപ്പൊ തരാൻ കാശ്. സാർ ഒന്നും തരണ്ട. മുതലും പലിശയും കൂടി ഞങ്ങളങ്ങ് മുതലാക്കി എടുത്തോളാം. ചെറ്റത്തരം കൊണ്ട് ഈ മുറ്റത്ത് വന്ന് മടങ്ങി പോകുന്നത് വന്ന കാലമായിരിക്കില്ല. നിന്റെയൊക്കെ ഭീഷണിക്ക് മുന്നിൽ വിരണ്ടു പോകുന്നവരല്ല ഈ വീട്ടിലെ ആണുങ്ങളും. അണ്ണനും തമ്പിയും കൂടെ കാശ് ചോദിച്ചു വന്നാൽ ഞങ്ങളെ വിരട്ടി ഓടിക്കുന്നു. ധൈര്യം ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ വർത്തനം ഒന്നുകൂടി പറയണം. ജയ, നീ ഇതിൽ ഇടപെടണ്ട. കയറി പോകത്ത്. ഞാൻ കടം മേടിച്ച കാശിന്റെ കാര്യം ഞാൻ തന്നെ തീർത്തോളാം. ഭരിച്ചേട്ട യുവമാരുടെ അഹങ്കാരം ഇന്ന് അവസാനിപ്പിച്ചിട്ട് ബാക്കി കാര്യമുള്ളൂ. നിന്നോടല്ലേ കയറി പോവാൻ പറഞ്ഞേ. ആണ്ടവാ,
ഇത് അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നാളെ രാവിലെ 11-ന് കാശ് ഞാൻ നിന്റെ ഓഫീസിലെത്തിക്കാം. അതല്ലെങ്കിൽ ഈ കടലാസിന്റെ അസൽ പ്രമാണം കൊണ്ട് കോടതി കയറി ഇറങ്ങേണ്ടി വരും. എന്തു പറയുന്നു? പറഞ്ഞ വാക്കിന് വിലയുണ്ടാവണം. ആയിക്കോട്ടെ. ഹരിച്ചേട്ടന്റെ ഈ പ്രശ്നത്തിന് കാരണം അച്ഛൻ പലിശയ്ക്ക് വാങ്ങിയ 10 ലക്ഷമാണല്ലോ ദൈവമേ. അതിരെ ശേഖരനില്ലാതെ ഹരിക്ക് ഇത് ഒറ്റയ്ക്ക് പരിഹരിക്കാനാവും തോന്നുന്നില്ല. ഹരിച്ചേട്ടൻ ഒറ്റയ്ക്കല്ലല്ലോ, നമ്മളെല്ലാരും ഇല്ലേ, അല്ലേ ജയ? പിന്നല്ലാതെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ഒരുമിച്ച് നിന്നാ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ഹരിയേട്ടന്റെ മാറി താമസം എന്ന കീറാമുട്ടിയാണ് നമുക്ക് ആദ്യം പരിഹരിക്കേണ്ടത്. പിന്നെ നമ്മൾ പരിഹരിക്കേണ്ടത് ഇവരുടെ ഉപരിപഠനമാണ്. അക്കാര്യത്തിൽ വല്യേട്ടന്റെ മനസ്സ് മാറുമെന്ന് എന്തായാലും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കണ്ട. നമ്മൾ അതിയായി ആഗ്രഹിച്ച നേടാനാവാത്തതായിട്ടൊന്നുമില്ല ഈ ഭൂമിയില്. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല ചേച്ചി, ഹരിയേട്ടന്റെ സാമ്പത്തിക ശാസ്ത്രത്തിന് മുന്നില് ഞങ്ങളുടെ ആഗ്രഹത്തിനൊന്നും ഒരു വിലയില്ല. പിശുക്കിന്റെ ആ സാമ്പത്തിക ശാസ്ത്രം നമുക്കങ്ങ് പൊളിച്ചടുക്കാം. പിശുക്ക് ഹരിയുടെ ചോരയില് അച്ചച്ചനീന്ന് പകർന്നു കിട്ടിയതാ. അത് മാറ്റാൻ അത്ര എളുപ്പമൊന്നുമല്ല. രക്തത്തിലായാലും DNA-യിലായാലും നമ്മൾ മാറ്റിയെടുത്തിരിക്കും. മാറ്റിയെടുത്തേ പറ്റൂ. ഓക്കേ, ശരി. രാജ, ആരായിരുന്നു ഫോണില്? മനുവാ. മനീഷയെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരാൻ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാ അവന്റെ ഫോൺ വന്നത്. അവർ ഡിസ്ചാർജായി ഇങ്ങോട്ട് പോകുന്നാളെന്ന് പറഞ്ഞു. അല്ല, ആ ഹരിയുടെ 10 ലക്ഷത്തിന്റെ കാര്യം വല്ലതും അറിഞ്ഞോ? ഇതുവരെ ആരും വിളിച്ചില്ല. തന്റെ കാര്യം ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുവാ. ഞാൻ അവിടെ എത്താൻ വൈകിയാല് മാത്യു ഫോണില് ഹരികൃഷ്ണനെ വിജിലൻസ് പൊക്കുന്ന സീൻ എടുത്തോളണേ. നമുക്ക് വൈറലാക്കാനുള്ളതാ. ആ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ട്രാൻസ്ഫർ ആയോ? നമ്മുടെ കുറെ കാശ് അയാളെ കൊണ്ടുപോയി തിന്നിട്ടുണ്ട്. ആർത്തി പിശാച് ഏതെങ്കിലും ഗുദാമിലേക്ക് പോട്ടെ. പുതിയ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഞാൻ എത്തിയിട്ട് നമുക്ക് ഒന്നിച്ചു പോയി കാണാം. ഓക്കെ? നാളത്തെ വെണ്ടയ്ക്ക ന്യൂസ്. കൈക്കൂലി കേസിൽ ഹരികൃഷ്ണൻ പിടിയിൽ. രാജ, ശേഖരേട്ടൻ ഇവന്റെ പേര് ഹരിശ്ചന്ദ്രൻ എന്നാണ് ഇട്ടിരുന്നതെങ്കിൽ നാളെ പത്രം വായിക്കുന്നവർക്ക് ഒരു രസം തോന്നിയനെ. ഈ ചേച്ചിയുടെ ഓരോ ചിന്തകളെ ചിരിപ്പിച്ച് മനുഷ്യനങ്ങ് കൊല്ലും.